കെ മുരളീധരൻ ടെലിഫോൺ ലൈനിൽ ചെയ്തുകൊണ്ട്. ശ്രീ കെ മുരളീധരൻ, നവകേരള സർവേ ആ സംഭവത്തിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി നേരിടുകയാണ്. ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. അവിടെ കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ധനകാര്യ അനുമതിയില്ല. അതായത് നേരത്തെ കോൺഗ്രസ് അടക്കം, താങ്കളടക്കം, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, താങ്കളടക്കം എത്രയും ബൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിവെക്കുകയാണ് പൂർണ്ണമായും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് കൂടി വരുമ്പോൾ? ഈ ഹൈക്കോടതി വിധി വളരെ സാധാരണമാണ്. ഈ വിധി വളരെ പ്രസക്തമാണ്. കാരണം സർക്കാർ ചെലവിൽ സഖാക്കളെ കൊണ്ട് സർക്കാരിന് ഇല്ലാത്ത കാര്യങ്ങൾ, പൊങ്ങച്ചങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നടത്തിയ ഗൂഢശ്രമമാണ് ഈ ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പൊ പൊളിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പൊ പരസ്യങ്ങൾക്കൊക്കെ കോടികളാണ് ചെലവാക്കുന്നത്. മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് കൊടുക്കുന്ന പരസ്യങ്ങൾ, ഇതിനൊക്കെ കാശുണ്ടല്ലോ. നേരെ മറിച്ച് ശമ്പള വർധനവിനോ അല്ലെങ്കിൽ പെൻഷൻ വർധനവിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും കയ്യിൽ കാശില്ല, കേന്ദ്രം തരുന്നില്ല. ഉള്ള കാശ് കൊണ്ട് ദൂർത്തടിക്കുകയാണ്. ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഖജനാവ് കാലിയാക്കാനുള്ള ഗൂഢശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഹൈക്കോടതി വിധി ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ്. ഭാവിയിലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ തിരിച്ചടികൾ ഈ സർക്കാരിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ശ്രീ കെ മുരളീധരൻ, നമുക്ക് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ അവിടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി ഈ കർമ്മസേന അടക്കമുള്ള സംഭവങ്ങളെ മാറ്റുകയായിരുന്നു. അവിടെ ഒരു കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ പ്ലാനിംഗ് ഉണ്ടായിരുന്നോ പിന്നിൽ? അതായത് സാധാരണ രീതിയിൽ ഏത് സർക്കാരിന്റെ ആണെങ്കിലും സർക്കാരിന്റെ പരസ്യങ്ങൾ നൽകാൻ ഇവിടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ സ്വകാര്യ വ്യക്തികളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പരസ്യം നടത്തിയെന്നതിന്? സർക്കാരിന് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം മറികടന്ന് പണം കണ്ടമാനം ദൂർത്തടിച്ച് സഖാക്കൾക്ക് വരുമാനമുണ്ടാക്കാനും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കാനും നടത്തിയ ശ്രമമാണിത്. ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇവർ നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ ഏതായാലും ഈ വിധി വളരെ സാധാരണമാണ്. സർക്കാരിന് നല്ല തിരിച്ചടിയാണ്. മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവും. ശരി, വളരെയധികം നന്ദി ശ്രീ കെ മുരളീധരൻ.